ഹലോ ഫ്രണ്ട്സ്, ലൂയിസ് വൈബ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വിശുദ്ധയായ മറിയം ത്രേസ്യയെക്കുറിച്ച് 4 വാക്ക്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ അമർത്തിയാൽ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. തൃശ്ശൂർ ജില്ലയിലെ പുത്തഞ്ചിറ ഗ്രാമത്തിൽ ചിറമ്മൽ മങ്കടിയാൻ തോമായുടെയും താണ്ടയുടെയും മകളായാണ് മറിയം ത്രേസ്യ ജനിച്ചത്. തോമ താണ്ട ദമ്പതികളുടെ 2 ആൺകുട്ടികളും 3 പെൺകുട്ടികളും അടങ്ങുന്ന 5 മക്കളിൽ മൂന്നാമത്തവളായിരുന്നു മറിയം ത്രേസ്യ. ഉത്തമ മാതൃകയായ അവളുടെ അമ്മയുടെ ശിക്ഷണത്തിൽ വളരെയേറെ ഭക്തിയിലും വിശുദ്ധിയിലുമായിരുന്നു അവൾ വളർന്നു വന്നത്. ധാരാളം സ്വത്തുക്കളുള്ള ഒരു സമ്പന്ന കുടുംബമായിരുന്നു അവരുടേത്. ത്രേസ്യയുടെ അപ്പൂപ്പൻ തൻ്റെ 7 പെൺമക്കളെയും സ്ത്രീധനം നൽകി വിവാഹം ചെയ്യുവാനായി ഭൂമി വിറ്റു തീർക്കുകയും ക്രമേണ അവർ ദരിദ്രരായിത്തീരുകയും ചെയ്തു. കുടുംബത്തിൻ്റെ ഈ ദരിദ്രാവസ്ഥയിൽ മനംനൊന്ത് അവളുടെ പിതാവും സഹോദരനും മദ്യപാനത്തിന് അടിമകളായി മാറി. ഇങ്ങനെയുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് പ്രേക്ഷിത രംഗത്തെ ഭാവി വാഗ്ദാനം ഉയർന്നു വന്നത്. മറിയം ത്രേസ്യയുടെ ജീവിതത്തിൻ്റെ ആദ്യ പകുതി വരെ മാമുദിസപ്പേരായ ത്രേസ്യ എന്ന പേരിലായിരുന്നു അവൾ അറിയപ്പെട്ടിരുന്നത്. 1904 മുതൽ അവൾ തൻ്റെ നാമം മറിയം ത്രേസ്യ എന്നാക്കി മാറ്റി. കാരണം പരിശുദ്ധ കന്യക അവൾക്ക് ഒരു ദർശനത്തിൽ പ്രത്യക്ഷപ്പെടുകയും മറിയം എന്ന പേര് അവളുടെ പേരിൻ്റെ കൂടെ ചേർക്കുവാൻ അവളോട് ആവശ്യപ്പെടുകയും ചെയ്തു അത്രേ. അവൾ അപ്രകാരം ചെയ്യുകയും ചെയ്തു. തൻ്റെ ആത്മീയ പിതാവിൻ്റെ നിർബന്ധപ്രകാരം രചിച്ച വെറും 6 പേജുകൾ മാത്രമുള്ള ജീവചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കാലത്തിൽ തന്നെ അവൾ ദൈവത്തെ സ്നേഹിക്കുവാനുള്ള തീവ്രമായ ആഗ്രഹം വെച്ച് പുലർത്തിയിരുന്നു. ഇക്കാരണത്താൽ ആഴ്ചയിൽ 4 പ്രാവശ്യം ഉപവസിക്കുന്നതും ദിവസത്തിൽ ജപമാല നിരവധി പ്രാവശ്യം ചൊല്ലുന്നതും അവളുടെ പതിവായിരുന്നു. അവൾക്ക് 8 വയസ്സുള്ളപ്പോൾ അവളുടെ മെലിഞ്ഞ ശരീരം കണ്ട അമ്മ അവളെ കഠിനമായ ഉപവാസങ്ങളും ജാഗരണ പ്രാർത്ഥനകളും അനുഷ്ഠിക്കുന്നതിൽ നിന്ന് വിലക്കി. പക്ഷേ ത്രേസ്യയാകട്ടെ കൂടുതൽ പീഡനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തുവിനെ അനുകരിച്ചു പോന്നു. അവൾക്ക് 10 വയസ്സ് പ്രായമായപ്പോഴേക്കും അവൾ തൻ്റെ വിശുദ്ധി ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു. ത്രേസ്യയ്ക്ക് 12 വയസ്സായപ്പോൾ അവളുടെ അമ്മ മരണപ്പെട്ടു. അത് അവളുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ അവസാനം കൂടിയായിരുന്നു. തൻ്റെ ദൈവനിയോഗം തിരിച്ചറിയുവാനുള്ളൊരു നീണ്ട അന്വേഷണത്തിലായിരുന്നു അവൾ. പ്രാർത്ഥനാപരിതമായൊരു എളിയ ജീവിതമായിരുന്നു അവൾ ആഗ്രഹിച്ചിരുന്നത്. 1891 തൻ്റെ വീട്ടിൽ നിന്നും വളരെ ദൂരെയുള്ള സ്ഥലത്തേക്ക് ഒളിച്ചോടുവാനും അവിടെ മലമ്പ്രദേശത്ത് പ്രാർത്ഥനയിലും അനുതാപത്തിലും അനുഷ്ഠിക്കുന്നതിനുമായി ജീവിതം നയിക്കുവാനും അവൾ പദ്ധതിയിട്ടു. എന്നാൽ ഈ പദ്ധതി പ്രായോഗികമായില്ല. അവൾ തൻ്റെ 3 കൂട്ടുകാർക്കൊപ്പം സ്ഥിരമായി പള്ളിയിൽ പോവുകയും ദേവാലയം വൃത്തിയാക്കുകയും അൾത്താര അലങ്കരിക്കുകയും ചെയ്തു. ത്രേസ്യയും അവരുടെ 3 സഹചാരികളും കൂടി ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഒരു പ്രേക്ഷിത സംഘം രൂപീകരിക്കുകയും ചെയ്തു. പുരുഷന്മാർക്കൊപ്പമല്ലാതെ സ്ത്രീകൾ വീട് വിട്ടു പുറത്തു പോകാത്ത ആചാരത്തെ മറികടന്നുകൊണ്ടായിരുന്നു അവരുടെ ഈ പ്രവർത്തനങ്ങൾ. സഹായം ആവശ്യമായ കുടുംബങ്ങളെ കണ്ടെത്തി അവർ സഹായിച്ചു. വിപ്ലവകരമായ ഈ നൂതന സംരംഭം പെൺകുട്ടികളെ തെരുവിലേക്ക് ഇറക്കുന്നെന്ന വിമർശനത്തെ ക്ഷണിച്ചു വരുത്തി. ത്രേസ്യയാകട്ടെ തൻ്റെ വിശ്വാസം മൂലം യേശുവും മറിയവും യേശുപിതാവും അടങ്ങുന്ന തിരുകുടുംബത്തിൽ അർപ്പിച്ചു. ഒരുപക്ഷെ ഇത്തരം നിഗൂഢ വരദാനങ്ങൾ കൊണ്ട് അവൾ നിറഞ്ഞിരുന്നെങ്കിലും തൻ്റെ വിനയവും എളിമയും നിലനിർത്തുവാൻ ദൈവം അവൾക്ക് ചില സഹനങ്ങൾ നൽകി. 1902 1905 ഇടയ്ക്ക് മെത്രാൻ്റെ നിർദ്ദേശപ്രകാരം അവളുടെ ഇടവക വികാരിയായിരുന്ന ജോസഫ് വിതേരത്തച്ഛൻ്റെ കീഴിൽ അവൾ തുടരെ ബാധയൊഴിപ്പിക്കലിന് വിധേയയായി. മറിയം ത്രേസ്യയ്ക്കും നിരവധി പ്രലോഭനങ്ങൾക്കെതിരെ പോരാടേണ്ടി വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും കാര്യത്തിൽ. 1903 മറിയം ത്രേസ്യ ഏകാന്തമായ ഒരു പ്രാർത്ഥനാ ഭവനം നിർമ്മിക്കുവാനുള്ള അനുവാദത്തിനായി മെത്രാൻ്റെ പക്കൽ അപേക്ഷ സമർപ്പിച്ചു. തൃശ്ശൂർ ജില്ലയിലെ അന്നത്തെ അപ്പസ്തോലിക് വികാറായിരുന്ന
മാർ ജോൺ മേനാച്ചേരി ആദ്യം അവളുടെ ദൈവനിയോഗത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. പുതിയതായി രൂപമെടുത്ത ഫ്രാൻസിസ്കൻ ക്ലാരീസ് സഭയിൽ ചേരുവാൻ അദ്ദേഹം അവളോട് ആവശ്യപ്പെട്ടു. 1912 അദ്ദേഹം അവൾ കൊല്ലൂരിലുള്ള കർമ്മലീത്ത മഠത്തിൽ താമസിക്കുവാനുള്ള സംവിധാനമൊരുക്കി. എന്നാൽ താൻ അതിനായിട്ടല്ല വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അവർക്കറിയാമായിരുന്നു. അവിടുത്തെ കന്യാസ്ത്രീകൾ അവളെ തങ്ങളുടെ സഭയിലേക്ക് ഹാർദ്രമായി സ്വാഗതം ചെയ്തെങ്കിലും ഇതല്ല തൻ്റെ ദൈവവിളി എന്ന കാര്യം അവൾക്കറിയാമായിരുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിന് പിമ്പുമുള്ള ബുദ്ധിമുട്ടേറിയ വർഷങ്ങളിൽ ദൈവിക പരിപാലനയിലുള്ള വിശ്വാസവും അതിയായ ഊർജ്ജസ്വലതയും കൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി 12 വർഷങ്ങൾക്കുള്ളിൽ 3 പുതിയ മഠങ്ങളും സ്കൂളുകളും 2 പാർപ്പിട സൗകര്യങ്ങളും പഠനത്തിനുള്ള ഒരു ഭവനവും ഒരു അനാഥാലയവും സ്ഥാപിക്കുവാൻ ത്രേസ്യയ്ക്ക് കഴിഞ്ഞു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസമായിരുന്നു മറിയം ത്രേസ്യ വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നത്. അവളുടെ ലാളിത്യവും എളിമയും വിശുദ്ധിയും നിരവധി പെൺകുട്ടികളെ അവളിലേക്ക് ആകർഷിച്ചു. 50-ാമത്തെ വയസ്സിൽ അവൾ മരിക്കുമ്പോൾ 55 കന്യാസ്ത്രീകളും 30 താമസക്കാരും 10 അനാഥരും അവളുടെ പരിപാലനയിലുണ്ടായിരുന്നു. 1964 സഭാസ്ഥാപകമായ വിധേയത്വം മരിക്കുന്നതുവരെ അചഞ്ചലമായി മുന്നേറിക്കൊണ്ടിരുന്ന ഈ സഭയുടെ അമരത്ത് അദ്ദേഹമുണ്ടായിരുന്നു. ഈ സന്യാസിനി സഭയ്ക്ക് കേരളത്തിലും വടക്കേന്ത്യയിലും ജർമ്മനിയിലും ഗാനയിലുമായി 1584ഓളം നിത്യവ്രതമെടുത്ത കന്യാസ്ത്രീകൾ സേവന പരിധിയായി ഉണ്ടായി. നിലവിൽ 7 പ്രോവിൻസുകളും 119 നോവിസുകളും 176 ഭവനങ്ങളും ഹോളി ഫാമിലി CHS സഭയ്ക്കുണ്ട്. 1926 ജൂൺ 8 മറിയം ത്രേസ്യ മരണപ്പെടുന്നത്. ഭാരമുള്ള എന്തോ വസ്തു കാലിൽ വീണതുമൂലമുള്ള മുറിവ് അതിയായ സഹനങ്ങൾക്ക് വഴിതെളിയിച്ചു. പ്രമേഹ രോഗമുണ്ടായിരുന്നതിനാൽ ആ മുറിവ് ഭേദമാകാത്തതായിരുന്നു മരണത്തിൻ്റെ കാരണം. അവളുടെ മരണശേഷം മറിയം ത്രേസ്യയുടെ പ്രസിദ്ധി നാടെങ്ങും പരന്നു. അവളുടെ മധ്യസ്ഥ സഹായം വഴിയായി നിരവധി രോഗികൾ അത്ഭുതകരമായി സുഖപ്പെട്ടു. 1971 ദൈവശാസ്ത്ര പണ്ഡിതന്മാരും അടങ്ങുന്നൊരു സംഘം അവളുടെ ജീവിതം, നന്മ പ്രവർത്തികൾ, എഴുത്തുകൾ തുടങ്ങിയവയെക്കുറിച്ച് പരിശോധിക്കുകയും ജീവിച്ചിരുന്ന 15ഓളം ദൃക്സാക്ഷികളിൽ നിന്ന് വേണ്ട വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. 1983 സഭയുടെ രൂപതലത്തിലുള്ള ട്രിബ്യൂണൽ മുമ്പാകെ അവരുടെ നിഗമനങ്ങൾ സമർപ്പിച്ചു. ഇതിനിടെ 1999 ജൂൺ 28 വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ദൈവദാസിയായിരുന്ന മറിയം ത്രേസ്യയെ ധന്യയായി പ്രഖ്യാപിച്ചു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു പുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.